കോട്ടയം സ്വദേശിയായ കീബോർഡ് ആർട്ടിസ്റ്റിനെ കാണാനില്ലെന്ന പരാതിയുമായി കുടുംബം. ഇറഞ്ഞാൽ വെളുത്തെടുത്ത് രഞ്ജു ജോണിനെ ഈ മാസം 4-ാം തീയതി മുതൽ തിരുവനന്തപുരത്ത് വെച്ച് കാണാതായതായി കുടുംബം ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദിന് നൽകിയ പരാതിയിൽ പറയുന്നു. ആലപ്പുഴയിൽ പരിപാടി അവതരിപ്പിക്കാനായി പോയ രഞ്ജു പരിപാടിക്ക് ശേഷം ഭാര്യാമാതാവിന്റെ വീടായ തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്നു. പിന്നീടാണ് കാണാതായതെന്ന് കുടുംബം പരാതിയിൽ പറയുന്നു. ഭാര്യയുമായി കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും കുടുംബാംഗങ്ങൾ പറഞ്ഞു. രഞ്ജുവിനെ അപായപ്പെടുത്തിയതാകാമെന്ന് അമ്മ മറിയക്കുട്ടിയും സഹോദരൻ രഞ്ജിത്തും പറയുന്നു. അങ്ങനെ വീട്ടിൽ വരാറില്ല. പരിപാടിക്കുന്ന കൂട്ടുകാരുടെ വീടുകളിലൊക്കെ താമസിക്കുന്നത്. എന്നിട്ട് ജൂൺ 2-ാം തീയതി ലാസ്റ്റ് ഞങ്ങൾ അച്ഛനും ചാച്ചനും അമ്മയും കാണുന്നത്. പിന്നെ എൻ്റെ കുഞ്ഞിനെ പറ്റി ഒരു വിവരവും ഇല്ല. എവിടെയാണ്? 9 ദിവസമായി. അവനെ പറ്റി എന്തെങ്കിലും ഒരു വിവരം കിട്ടും. തിരുവനന്തപുരത്ത് എത്തിയെന്നറിയിക്കാനായി രഞ്ജു വിളിച്ചിരുന്നെന്നും പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആയതായും സുഹൃത്തുക്കളായ ഷെബിൻ ലാസറും സാം ജോണും പറഞ്ഞു. അവസാനം എന്തൊക്കെയോ സെറ്റിൽമെൻറ്റ് പറഞ്ഞ് ഇവർ നേരെ രഞ്ജു അവൻ്റെ ഭാര്യ വീട്ടിൽ ചെന്നാണ്. അവിടെ പോകാൻ വേണ്ടി പോയാണ്. തിരുവനന്തപുരത്ത് വെച്ചാണ് ഇദ്ദേഹത്തെ കാണാതാകുന്നത്. അതിൻ്റെ കാരണം ആലപ്പുഴ തിരുവനന്തപുരത്ത് ചെന്നതായിട്ട് ആലപ്പുഴയുള്ള എൻ്റെ സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിച്ചെന്ന് ഭാര്യ പറയുന്നു. ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ പറച്ചിലിനകത്തൊക്കെ ഒത്തിരി സംശയങ്ങൾ ഞങ്ങൾക്കുണ്ട്. രഞ്ജു എവിടെയാണെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമല്ല. എന്നാൽ കേരള പോലീസ് ഊർജിതമായിട്ട് അന്വേഷിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രഞ്ജുവിനെ കണ്ടുപിടിക്കണം. ഞങ്ങൾക്ക് അതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരണം. രഞ്ജുവിനെ കാണാനില്ലെന്ന് കാട്ടി ഭാര്യയും അമ്മയും തിരുവനന്തപുരം SP-ക്ക് പരാതി നൽകിയിട്ടുണ്ട്. അവിടെ അന്വേഷണം നടക്കുന്നതിനാൽ കോട്ടയത്ത് അന്വേഷണം തുടരാൻ കഴിയില്ല. പരാതി സ്വീകരിച്ച് വേണ്ട നടപടിയെടുക്കാമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചതായും കുടുംബാംഗങ്ങൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.